അപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി എന്ത് തരം ഇസ്ലാമാണ് എന്നുള്ളതിന് ഇന്ന് വരെ ഇവിടുത്തെ നവനാസ്തികർ കൃത്യമായ ഒരു ഉത്തരം തന്നിട്ടില്ല, തരാൻ പറ്റൂല. ഗോൾവാൾക്കറും മൗദൂദിയും തുല്യമാണെന്ന് പറയും. അത് നവനാസ്തികർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റിലും പറഞ്ഞൊരു ഭാഗമാണ്. നവനാസ്തികരുടെ ഒരു പ്രശ്നം ഇതാണ്, ഈ മതത്തെ ഒരു വൈറസായിട്ട്, അതായത് മതത്തെ സെപ്പറേറ്റ് ആയിട്ടൊരു സാധനമായിട്ട് കാണുന്നു. ഇവർ എല്ലാ മതങ്ങളെയും ഒരുപോലെ വൈറസായിട്ട് കാണുന്നു എന്ന് തത്വത്തിൽ പറയുമ്പോഴും പ്രശ്നം കാണുന്നില്ല. കാരണം പ്രയോഗത്തിൽ പറ്റില്ല. കാരണം ഹിന്ദുമതം ഒന്നും മതമില്ല. അപ്പോൾ ഈ മനുഷ്യരെ ഒന്നാക്കി നിർത്താൻ മതങ്ങൾ അതിൻ്റെതായി ചരിത്രത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ പ്രശ്നം എന്താണ്, മതം എന്ന് പറയുന്ന മൂല്യം മാത്രമായിട്ടല്ല നിലനിൽക്കുന്നത്. മതത്തിൻ്റെ ഉള്ളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യുക്തിവാദി പ്രസ്ഥാനത്തിനുള്ളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഈ നവനാസ്തികൾ ഒരു പ്രശ്നം തന്നെ ഈ ഷോ ഓഫ് എന്നുള്ളതാണ് ഒരു ഇതിൽ. അത് കൃത്യമായ വംശീയത അതിനകത്തുണ്ട്. അത് നമുക്ക് ഷോ ഓഫ് ഉണ്ടാവുന്നതുകൊണ്ട് വംശീയത ഉണ്ടാവണമെന്നില്ല. ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇസ്ലാം ഫോബി മനസ്സിലാക്കാൻ പറ്റും. അതൊരു വംശീയതയായിട്ടാണ്, വംശീയ പദ്ധതിയായിട്ട് കാണുക. മാത്രമല്ല അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതോ മുസ്ലിങ്ങളെ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഫലമേ അല്ല. അത് നമ്മൾക്ക് മുസ്ലിങ്ങളോട് തോന്നുന്നതോ അല്ല, ആ തോന്നുന്നതിലേക്ക് നയിക്കുന്ന ചിന്തയാണ് ഇസ്ലാം ഫോബിയ എന്നുള്ളതാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു. പ്രതീക്ഷ യുക്തിവാദി പ്രസ്ഥാനത്തിൽ വളരെ അപൂർവമായ ആളുകളിൽ ഒരാളാണ്. കാരണം യുക്തിവാദി ആയിരിക്കുകയും ഇസ്ലാമോഫോബിയക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റാണ്. ഇസ്ലാമോഫോബിയക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് എന്നാണ് സ്വയം ഇപ്പോൾ പ്രതീക്ഷ വിശേഷിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരാളാണ് എനിക്ക് മുന്നിലിരിക്കുന്നത്. പ്രതീഷിൻ്റെ കേരള ഇൻസൈറ്റ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നവനാസ്തികരുടെ ഇസ്ലാമോഫോബിയെക്കുറിച്ചാണ്. നമുക്കറിയാം, പണ്ട് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊരു ജനാധിപത്യവൽക്കരണ പ്രക്രിയയിൽ വളരെയേറെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ആളുകളൊക്കെ ധാരാളം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളൊരു ധാരയാണ് യുക്തിവാദി പ്രസ്ഥാനം. ജാതിക്കെതിരെയുള്ള നിലപാടുകൾ, അത് മതത്തിനെതിരെ മാത്രമായിരുന്നില്ല, ജാതിക്കെതിരെയും കൂടെ നിലപാടുകളുള്ള ഒരു വിഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ യുക്തിവാദി പ്രസ്ഥാനത്തിലെ പല വിഭാഗങ്ങളും, പ്രത്യേകിച്ച് നവനാസ്തികര ആയിട്ടുള്ള ആളുകൾ വളരെയേറെ ഇസ്ലാമോഫോബിക്കായിട്ട് മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ വിഭാഗങ്ങൾ ഇസ്ലാമോഫോബിക്കായിട്ട് മാറുന്നത് എന്നാണ് പ്രതീക്ഷ വിചാരിക്കുന്നത്? ബേസിക്കലി ഒന്ന്, ഈ യുക്തിവാദത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് യുക്തിവാദ പ്രവർത്തനം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ പലതരം അഭിപ്രായങ്ങളുണ്ട്. ആ ഒരു അഭിപ്രായങ്ങളാണ് യുക്തിവാദ സംഘടനകൾക്കകത്തുണ്ടാകുന്ന പല പിളർപ്പുകളും പല പ്രശ്നങ്ങളും. അതിൽ ചിലതൊക്കെ ആശയപരമെന്ന് തോന്നുമെങ്കിലും ചിലതൊക്കെ വ്യക്തിപരവും കൂടെയാണ്. എന്നിരുന്നാലും അതിൻ്റെ വ്യക്തിപരത മാറ്റി ആശയതലത്തിലോട്ട് വരുമ്പോൾ ഈ മതവിമർശനം നടത്തണോ വേണ്ട, അല്ലെങ്കിൽ എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. ഈ നവനാസ്തികരുടെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ യുക്തിവാദത്തെ കാണുന്നത് വേറൊരു തലത്തിൽ നിന്നിട്ടാണ്. അതായത് യുക്തിവാദം എന്ന് പറഞ്ഞാൽ അത് ജാതിപ്പണി, മതപ്പണി, പാർട്ടിപ്പണി എന്നുള്ളൊരു ലെവലിലാണ് അവരെ കാണുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ആധുനിക റീസൺ എന്ന് പറയുന്നത് മതം എന്നുള്ളൊരു പ്രശ്നമാണ്. അത് ദൈവം, മതം. അപ്പോൾ ദൈവവിശ്വാസം ആണ്, ഇപ്പോൾ ദൈവമാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് എല്ലാത്തിൻ്റെ ആ മൂല കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ യുക്തിവാദിയായിട്ട് പോലും ഒരു സ്വയം അടയാളപ്പെടുത്തുന്നില്ല. നവനാസ്തികർ അല്ലെങ്കിൽ നാസ്തികർ എന്നുള്ള യുക്തിവാദികളുടെ വിഭാഗമായിട്ട് അവർ തന്നെ കരുതുന്നില്ല. പക്ഷെ നമ്മളാണ് അവരെ യുക്തിവാദി എന്ന് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ പൊതുസമൂഹമാണോ കണക്കാക്കുന്നത്, യുക്തിവാദികളാണ് കണക്കാക്കുന്നത്? പൊതുസമൂഹമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുക്തിവാദി, ഒരു സാധാരണക്കാരനോട് ഒരു യുക്തിവാദിയുടെ പേര് ചോദിച്ചാൽ അവർ പറയുക ഒരു നവനാസ്തികൻ്റെ പേരായിരിക്കും. പക്ഷെ അദ്ദേഹം സ്വയം യുക്തിവാദിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അവർ സ്വയം യുക്തിവാദിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. നമ്മളാണ്, ബാക്കി പൊതുസമൂഹമാണ് അവരെ യുക്തിവാദികളായിട്ട് കൂടി കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഈ യുക്തിവാദികളെല്ലാം തന്നെ അവർ ചെയ്യുന്ന ചില പ്രവൃത്തിയുടെ ഒരു ബേർഡൻ ഇവരും കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഈ മതം എന്താണ് എന്നുള്ളത്, ഈ നവനാസ്തികത എന്ന് പറഞ്ഞൊരു ആധുനിക ഒരു സംജ്ഞയാണ്, പുതിയതായിട്ട് വന്നൊരു സാധനമാണ്. എന്ന് വെച്ചാൽ അത് നമ്മൾ മെയിൻ ഒരാളെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നോക്കി റിച്ചാർഡ് ഡോക്കിൻസനാണ് അതിൻ്റെ ഒരു മെയിൻ ആൾ. അപ്പോൾ അദ്ദേഹം മതത്തെ കാണുന്ന മതം ഒരു വൈറസാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതായത് നമ്മളൊരു മതം ഒരു വൈറസ് ഇങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ആ മതഗ്രന്ഥം എടുത്തതിനെ വായിക്കുമ്പോൾ ഈ വൈറസ് നമ്മുടെ തലച്ചോറിലേക്ക് ഇൻഫെക്റ്റഡ് ആവുന്നു. ഈ ഇൻഫെക്റ്റഡ് വൈറസ് കൊണ്ട് ആൾക്കാർ ഓരോ പ്രവൃത്തി ചെയ്യുന്ന, അവരെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ മതത്തെ അവർ അങ്ങനെ എടുക്കണം. നവനാസ്തികരുടെ ഒരു പ്രശ്നം ഇതാണ്, ഈ മതത്തെ ഒരു വൈറസായിട്ട്, അതായത് മതത്തെ സെപ്പറേറ്റ് ആയിട്ടൊരു സാധനമായിട്ട് കാണുന്നു. പക്ഷേ നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മതം എന്ന് പറയുന്നത് ഒരു ഏകാത്മകമായിട്ട് നിന്ന, ഒരു ഗ്രന്ഥപരമായിട്ട് നിന്നൊരു സാധനമേ അല്ല. മതം എപ്പോഴും സമൂഹം എങ്ങനെയാണോ അതനുസരിച്ച് മതം അവിടെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ മതം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്
അതുപോലെ അല്ല ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുക, അതുപോലെയല്ല ഒരു ലിബറൽ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുക, അതുപോലെയല്ല ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുക. ഇതെല്ലാം ആ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് മതം പ്രവർത്തിക്കുന്ന രീതികൾ മാറുന്നുണ്ട്, വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മൾ പറയുന്നത് ആകെ ഒരു 3 രാഷ്ട്രത്തിന് പേര്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് വ്യത്യസ്തങ്ങളായ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. കാരണം അതും കൂടി നമ്മൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുഴപ്പം പ്രശ്നമല്ല. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇസ്ലാം ഒരു ഏകാത്മകമായ ഒരു സ്വത്വരൂപമല്ല എന്നൊക്കെ സമ്മതിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇറാൻ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ സെനഗൽ, ബ്രൂണെ, തുർക്ക്മെനിസ്ഥാൻ അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, കാരണം ഇത് അവിടെ കാണുന്ന ഇസ്ലാം അല്ല ഇവിടെ കാണുന്ന ഇസ്ലാം എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി ഇത് എന്ത് തരം ഇസ്ലാമാണ് എന്നുള്ളതിന് ഇന്ന് വരെ ഇവിടുത്തെ നവനാസ്തികർ കൃത്യമായ ഉത്തരം തരാൻ പറ്റൂല. കാരണം ഇസ്ലാം എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മതം എന്ന് പറയുന്നത്, ഇസ്ലാം എന്നല്ല ഏത് മതമായാലും, മതം ഒരു ഏകാത്മകമായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഏകാത്മകമായി വർക്ക് ചെയ്യുന്ന സാധനമാണ് എന്നാണ് നവനാസ്തികർ പറയുന്നത്. ഈ നവനാസ്തികരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇസ്ലാം ഹോബിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ഹിന്ദു ജാതിക്കകത്ത് നിൽക്കുന്ന ഇസ്ലാം ഹോബിയ വ്യത്യസ്തമാണ്, കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ്, അങ്ങനെ വ്യത്യസ്തമായ ഇസ്ലാം ഹോബികളുണ്ട്. അപ്പോൾ ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൃത്യമായ വംശീയ ഉന്മൂലന പദ്ധതിയായിട്ടാണ് അവർ ഇസ്ലാം ഹോബിയെ കാണുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇസ്ലാം ഹോബിയുടെ ഡെഫിനേഷൻ തന്നെ ഒരു മുസ്ലിം വിരുദ്ധ വംശീയത എന്നായിരിക്കുമ്പോൾ തന്നെ ഇതൊരു വംശീയ ഉന്മൂലന പദ്ധതിയായിട്ടാണ് അവർ അതിനെ കാണുന്നത്. അപ്പോൾ അതായത് വംശീയ ഉന്മൂലനം, അതായത് മുസ്ലിങ്ങളെ വംശീയ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അവിടെ ഒരു പ്ലാനാണ്. ഈ പ്ലാനിന് അനുസരിച്ചുള്ള ഈ വംശീയ ഉന്മൂലന പദ്ധതിക്ക് അനുകൂലമായി നിൽക്കുന്ന ആൾക്കാരാണ് ആക്ച്വലി അടിസ്ഥാനപരമായി അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ നവനാസ്തികരുടെ ഒരു പ്രത്യേകത അതാണ്. കാരണം അവർ ഈ വൈറസായി കണ്ട് ഇപ്പോൾ വൈറസാണ്, ഈ വൈറസിന് മാറ്റണം, വൈറസിനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു എല്ലാ മതങ്ങളെയും ഒരേപോലെ തന്നെ ഒരു വൈറസായി കണക്കാക്കുന്നുണ്ടോ? അതാണ് ഇതിലൊരു പ്രശ്നം. അതായത് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞൊരു മതം ആക്ച്വലി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവർ എല്ലാ മതങ്ങളെ ഒരുപോലെ വൈറസായിട്ട് കാണുന്നു എന്ന് തത്വത്തിൽ പറയുമ്പോഴും പ്രശ്നം കാണുന്നില്ല. കാരണം പ്രയോഗത്തിൽ പറ്റില്ല. കാരണം ഹിന്ദുമതം എന്നൊരു മതമില്ല, അവരുടെ മതമായിട്ടല്ല നിൽക്കുന്ന. ഇനി ഇസ്ലാം ഒരു മതമാണോ എന്ന് ചോദിച്ചാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാര്യം ഈ മതം എന്ന് പറയുന്നത്, ഈ മതം എന്ന വാക്ക് തന്നെ ഒരു കൊളോണിയൽ ഒറിജിനാണ് ഈ മതം. പക്ഷേ ഇസ്ലാമിനെ നമുക്ക് മതമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് അവരുടെ ഒരു ചിന്താ പദ്ധതിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വ്യത്യസ്തങ്ങളായ ഇസ്ലാമുകളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ അവർക്ക് ഏകാത്മകത ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിലും അതിൻ്റെ ചില പ്രയോഗ രീതികളിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ തന്നെ ഇത്രയധികം സംഘടനകളുണ്ട്. ഈ സംഘടന വരുന്ന എല്ലാം തന്നെ ഈ പലതും ഇന്റർപ്രറ്റ് ചെയ്യുന്ന എങ്ങനെ കാണണം എന്നുള്ള, സമൂഹത്തെ എങ്ങനെ കാണണം. നമ്മൾ ഈ നവനാസ്തികരുടെ ഇപ്പൊ നമ്മൾ യുക്തിവാദി പ്രസ്ഥാനത്തിൽ നിന്ന് ഏത് കാലത്താണ് ഈ നവനാസ്തിക പ്രസ്ഥാനം കേരളത്തിൽ ഉത്ഭവിക്കുന്നത്? അത് അങ്ങനെ കൃത്യമായിട്ട് ഇപ്പോൾ ഇന്ന ഒരു കാലം നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പറയാവുന്നൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയുടെ ഇതിൻ്റെ ഒരു ഇടപെടൽ വളരെ അതിനുശേഷമാണോ കേരളത്തിൽ നവനാസ്തിക പ്രസ്ഥാനം ഡെവലപ്പ് ചെയ്യുന്നത്? നവനാസ്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്ന് പറയുന്ന ഈ റിച്ചാർഡ് ഡോക്കിൻസിന്റെ ധാരയൊക്കെ വരുന്നത് ആ ഒരു 2000-ക്ക് ശേഷമാണ്. അപ്പോൾ അതിന് മുന്നേ വിഭാഗങ്ങളൊക്കെ എവിടെയായിരുന്നു? അത് മുന്നേ നമ്മൾ എവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷേ എല്ലാം സ്കാറ്റേഡ് ആയിരുന്നു. ഇപ്പൊ ഈ ഒരു സംഘടനാ രൂപമൊക്കെ വരുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ആവിർഭാവത്തിന് ശേഷം. എനിക്ക് തോന്നുന്നത് നവനാസ്തികര് ഇപ്പൊ യുക്തിവാദി പ്രസ്ഥാനം കൈകാര്യം ചെയ്തിരുന്ന വളരെ വിപുലമായ ഒരു മണ്ഡലമാണ് അവർ കൈകാര്യം ചെയ്തത് അല്ലെ. പല കാര്യങ്ങളിൽ അവർ ഇടപെടൽ നടത്തിയിരുന്നു. ദേശീയതയെക്കുറിച്ച് അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, ജാതിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, പല സാമൂഹികമായ പല ഘടകങ്ങളെക്കുറിച്ച് അവർ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ പുതിയ കാലത്ത് ഇവർ വളരെ ലിമിറ്റഡായ ചില സ്ഥലത്താണ് അവർ പ്രവർത്തിക്കുന്നതാണ് എനിക്ക് അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും അവരുടെ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏത് കാലത്താണ് ഈ ആളുകൾ ഇങ്ങനെ മതത്തെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു തത്വശാസ്ത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ചിന്താ പദ്ധതിയായിട്ടോ നവനാസ്തിക പ്രസ്ഥാനം ആരംഭിക്കുന്നത്? ആരാണ് ഈ നേതൃത്വം നൽകുന്നത്? അതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് നൽകുന്നത്. അതായത് ഇപ്പം നമ്മൾ പൊതുവെ പറയുന്നത് പണ്ട് കാലം ഇപ്പം സഹോദരൻ അയ്യപ്പനൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം പഠിച്ചിട്ട്, അത് ഏത് ഗ്രന്ഥം, മതഗ്രന്ഥമോ എന്ത് ഗ്രന്ഥമായാലും ഗ്രന്ഥം വായിച്ചിട്ട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിമർശിച്ചുകൊണ്ടല്ല സമൂഹത്തിൽ പ്രവർത്തിച്ചത്. അതായത് സമൂഹത്തിൽ ഇന്ന ആചാര അനുഷ്ഠാന പ്രശ്നങ്ങളാണ് ആ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്ത. ഒരിക്കലും ഇങ്ങനെ അതായത് കുറേ ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് അവിടെ മൈതാന പ്രസംഗം നടത്തുകയായിരുന്നില്ല, പുള്ളി ചെയ്യുക സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം ഒരു വിപ്ലവകാരി എന്നൊക്കെ പറയും. വിപ്ലവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തലവെട്ടൽ മാത്രമല്ലല്ലോ വിപ്ലവം, ഒരു മാറ്റം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ നിന്നുള്ളൊരു മാറ്റം കൊണ്ടുവരിക, ഒരു ആധുനിക പുരോഗമന സമൂഹത്തെ നിർമ്മിതി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്ത ആളാണ് ഇത്.
നടത്തിയ ആളാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ നവനാസ്തികർ പറയുന്നൊരു വാദം എന്ന് പറയുന്നത് പണ്ട് ആരും ഇസ്ലാം മതം വിമർശിക്കാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്കടക്കം യുക്തിവാദികളോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അവരെ അനുകൂലിച്ചിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിങ്ങളടക്കം പറയുന്നത് പണ്ടത്തെ യുക്തിവാദികൾക്ക് ഭയങ്കര നല്ലതായിരുന്നു, ഇപ്പോഴത്തെ യുക്തിവാദികൾക്ക് മോശം എന്ന് പറയുന്നത്. അതൊരു തെറ്റായ വായനയാണ്. കാര്യം ഇതിനു മുമ്പും ഇപ്പം ഖുർആൻ ഒരു വിമർശന പഠനം എന്ന് ജോസഫ് ഇടമറക്ക് ഒരു പുസ്തകം ഇറക്കിയിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു അതിന് പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അവർ മറുപടിയായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായ ഒരു നല്ല ഒരു എന്താണ് സാഹോദര്യപൂർണ്ണമായ ഒരു ചർച്ച. അത് നമ്മൾ മതവിമർശനം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അതിന് ആ രീതിയിൽ കൃത്യമായ ഇവരൊരു ബുക്ക് ഇറക്കും, തിരിച്ചൊരു ബുക്ക് ഇറക്കുന്നു. അപ്പോഴും ഇസ്ലാം മത ഒരു സംവാദ അത് ഒരു ജനാധിപത്യപരമായ സംവാദ ശൈലി അതിനൊക്കെ ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇപ്പം ഈവൻ ജോസഫ് ഇടർ മാത്രമല്ല, അങ്ങനെ പല ആൾക്കാരും പല ഇടങ്ങളിലായിട്ട് പലരും ഇസ്ലാം മത വിമർശനം അവർക്ക് അന്നും നടത്തിയിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അത് പ്രത്യാക്രമണം ഉണ്ടാകാം, അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. ശക്തിയായിട്ട് ഒരു പ്രശ്നം പറയാം, അത് നമ്മൾ അതൊരു അപരേഷൻസ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിന് നിയമപരമായിട്ടുള്ള നടപടി മറ്റ് ക്രമത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നീട് നമ്മൾ കാണുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ സംഘടന എന്ന് പറഞ്ഞാൽ കേരള യുക്തിവാദ സംഘമായിരുന്നു. അപ്പോൾ അവർക്ക് ഈ സമരോത്സുക യുക്തിവാദം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് ചുമ്മാ ക്ലാസ് എടുക്കുക മാത്രമല്ല, സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുക. അപ്പോൾ അതിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയമായിട്ട് എങ്ങനെ വേണോ വേണ്ടയോ, യുക്തിവാദിക്ക് രാഷ്ട്രീയം പാടുണ്ടോ, അപ്പോൾ യുക്തിവാദ സംഘടനയ്ക്കകത്ത് രാഷ്ട്രീയം വേണോ വേണ്ടോ, ഇത്തരം ചർച്ചകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു പിളർപ്പ് തന്നെ അന്ന് ഉണ്ടാകുന്നത്. ജോസഫ് ഇടമറക്ക് മാറിപ്പോകുന്നത് പോലുള്ള ഇപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ശരിയോ തെറ്റോ എന്നൊക്കെ പറഞ്ഞുള്ള അത്തരം ആശയപരമായ ചർച്ചകളിൽ നിന്നൊക്കെയാണ് സംഘടന പിളർപ്പൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് പിന്നീട് ഇത് മാറുന്നത് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു 2006, 2007 ഒക്കെ വരുമ്പോഴത്തേക്ക് ആണ് ഈ സ്കാറ്ററായിട്ടൊക്കെ പലയിടത്തായിട്ട് അവരവരുടെ ഇടങ്ങളിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളൊക്കെ അവർ സോഷ്യൽ മീഡിയകളൊക്കെ എഴുതുന്നു. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണക്ഷൻ ഉണ്ടായി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വെച്ചാൽ പോരാ, അപ്പോൾ ഈ കേരള യുക്തിവാദ സംഘത്തിൻ്റെ യുക്തിവാദ പ്രവർത്തനത്തിൻ്റെ ശൈലികൾ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പിന്നീട് അവർ ഇതൊക്കെ വിമർശിക്കണം, കമ്മ്യൂണിസം അടക്കം വിമർശിച്ചുകൊണ്ട് ഒരു ധാര വരണം എന്നുള്ള എന്ന രീതിയിലേക്ക് വരുമ്പോൾ അപ്പോൾ അത് വന്നപ്പോഴത്തേക്കിന് 2012 ഒരു സ്വതന്ത്ര ലോകം എന്ന് പറഞ്ഞൊരു സാധനം വരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ചർച്ചകളൊക്കെ വരുന്നു. അതായത് അപ്പം യുക്തിവാദികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ യുക്തിവാദികൾ സ്വയം പഠിക്കുക, അപ്പം യുക്തിവാദം ഒരു പഠന പ്രക്രിയ എന്നുള്ള അത് എഡ്യൂക്കേഷനാണ് എന്നുള്ള ലെവലിലേക്ക് മാറും. അതായത് സാമൂഹ്യ പ്രവർത്തനവും കൂടി ഉള്ള ആ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ കണ്ടന്റ് മാറ്റി നമ്മൾ യുക്തിവാദികളുടെ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റിയായി നമ്മൾ ഈ വിദ്യാഭ്യാസം നേടി അപ്പോൾ അറിവ് നേടുക, അറിവ് പ്രചരിപ്പിക്കുക എന്നുള്ളതിലേക്ക് ചുരുക്കി ഈ അറിവിൻ്റെ പ്രയോഗം എന്നുള്ള ഒരു തല ഇതിനങ്ങ് നൈസായിട്ടങ്ങ് പോയി. ഈ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു വാക്കാണ് പ്രത്യേകിച്ച് നവനാസ്തികരുടെ സ്വതന്ത്ര ലോകം, സ്വതന്ത്ര ചിന്ത. ശരിക്കും ഈ സ്വതന്ത്ര ലോകവും സ്വതന്ത്ര ചിന്തയും എന്ന് പറഞ്ഞാൽ ഒരു നവനാസ്തികനായിട്ടുള്ള ആളെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് യുക്തിവാദികൾ ആ വാചകങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ ഉപയോഗിക്കുന്ന യുക്തിവാദികളുണ്ട്. ഇപ്പം ഞാൻ സ്വതന്ത്ര, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന് പറയുന്നത് എന്തോ ഇപ്പം അതായത് യുക്തിവാദം, അത് എൻ്റെ യുക്തി നിങ്ങളുടെ യുക്തിയൊക്കെ വേറെയാണ്, അതുകൊണ്ട് അതാണ് യുക്തിവാദത്തിൻ്റെ പ്രശ്നം എന്ന് ചില വിശ്വാസികൾ പൊതുവെ ഞാൻ പറയും. അതായത് ഞാൻ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നു, അപ്പോൾ അതല്ല ആക്ച്വലി സ്വതന്ത്ര ചിന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രമായി ചിന്തിക്കുക, സാപ്രയോടെ എന്നാണ് നമ്മൾ പറയുന്നത്, ചിന്തിക്കാൻ ധൈര്യപ്പെടുക. അപ്പം സ്വന്തമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപാട് ബയാസുകളുണ്ടാവും, നമുക്ക് ചില ധാരണ പക്ഷപാതിത്വങ്ങളുണ്ടാവും. നമ്മുടെ തന്നെ അതിനെ കൂടി മറികടന്നുകൊണ്ടുള്ള നമുക്ക് സ്വതന്ത്രമായി ഒരു കാര്യത്തെ നമ്മുടെ മുന്നിൽ വരുന്ന ഡേറ്റ വെച്ച് അനലൈസ് ചെയ്ത് അത് നമുക്ക് ഇങ്ങനെ തന്നെ ബയസുകൾ ഉണ്ടാകാമെന്നുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ കൂടി മറികടന്നുകൊണ്ട് ചിന്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പൊതുവിൽ സ്വതന്ത്രമായിരിക്കുന്നവർ പറയുന്നത്. ഒന്ന് സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ ഒന്ന് ഈ സ്വതന്ത്രമായി ചിന്തി നമ്മുടെ തന്നെ ബയാസുകൾ, നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ തന്നെ ബയാസ് മറികടന്ന് ചിന്തിക്കുക. രണ്ട്, ഈ പറഞ്ഞ കണക്കുള്ള പ്രശ്നങ്ങൾ മതം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഇവർ പറയുന്ന, ഞാൻ മനസ്സിലാക്കുന്നത്, സ്വതന്ത്ര ചിന്തയെ ഒരു മനുഷ്യന്റെ സ്വതന്ത്രമല്ലാതെ ആക്കുന്നത് മതമാണ്. അപ്പോൾ ആ മതത്തിൽ നിന്ന് വരുമ്പോൾ സ്വതന്ത്ര ചിന്ത ഉണ്ടാകുന്നു. അങ്ങനെയാണോ അവർ കണക്കാക്കുന്നത്? അങ്ങനെ അല്ല, പക്ഷെ പ്രയോഗത്തിൽ അത് അങ്ങനെയാണ് ഇരിക്കുന്നത്. അതാണ് പ്രശ്നം. കാരണം നമ്മൾ ഇപ്പോൾ ഈ അടുത്തിടെ ഒരു പ്രമുഖൻ പറഞ്ഞത്, അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു വാചകം, അത് ബൈബിളിലുള്ളൊരു വാചകമാണ്. അതുപോലത്തെ ഒരു വാചകം നിങ്ങൾക്ക് ഖുറാനിൽ കണ്ടെത്താൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു വിഡ്ഢി ചോദ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല,
1000 വാക്യങ്ങൾ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. കാരണം ഈ മതഗ്രന്ഥങ്ങളല്ല, നമ്മളിപ്പം ഒരു ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ മതഗ്രന്ഥങ്ങൾ എഴുതിയതെല്ലാം തന്നെ മനുഷ്യർ ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു യാഥാർത്ഥ്യമല്ല, ഒരു ലോജിക്കൽ നോക്കിയാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കാരണം യാഥാർത്ഥ്യം എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു യുക്തിവാദിയുടെ യാഥാർത്ഥ്യമാണ്. കാരണം യുക്തിവാദി യാഥാർത്ഥ്യത്തെ കാണുന്നതും ഒരു വിശ്വാസി യാഥാർത്ഥ്യത്തെ കാണുന്നതും തമ്മിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് മതങ്ങൾ ഉണ്ടാക്കിയത്, അതിൽ ദൈവം ഉണ്ടാക്കിയതൊക്കെ അതിന് ചരിത്രപരമായ റീസൺസ് ഉണ്ട്. എന്തിനുണ്ട് നമുക്ക് മതം എന്താണ് വിളിച്ചത്. അപ്പോൾ സ്വാഭാവികം മനുഷ്യരെ ഒന്നാക്കി നിർത്താൻ മതങ്ങൾ അതിൻ്റെതായ ചരിത്രത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ പ്രശ്നം എന്താണ്, മതം എന്ന് പറയുന്ന മൂല്യം മാത്രമായിട്ടല്ല നിലനിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം എടുത്ത് ചിലവാക്കിയാലും നിങ്ങളോട് ഞാൻ സാഹോദര്യപൂർവ്വം പെരുമാറിയാലും നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഹോസ്പിറ്റാലിറ്റി വളരെ മികച്ച രീതിയിലുള്ള ഹോസ്പിറ്റൽ നടത്തിയാലൊന്നും എനിക്കൊരു വിശ്വാസി ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെ ഒരു മുസ്ലിമായിട്ട് ആരും കണക്കാക്കില്ല. പക്ഷേ അവിടെ ഫെയ്ത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ ഫെയ്ത്ത് ഉണ്ടാവണം. 2, ഞാൻ ഇതിലേക്ക് അവർ പറയുന്ന ആചാര അനുഷ്ഠാന വിശ്വാസധാരണ എനിക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ മതത്തിൽ ചേരാൻ പറ്റൂ. അപ്പം ഒരു മൂല്യം മാത്രമായിട്ട് മതത്തിൽ നിൽക്കാൻ പറ്റില്ല. മതം എപ്പോഴും ഈ ആചാരങ്ങൾ ചേർന്നതാണ് ഈ മതം. അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ആചാരങ്ങൾക്ക് പുരോഗതി ഉണ്ടോ ഇല്ലയോ, അത് പുരോഗമനമാണോ, അപ്പോൾ അവിടെ നിങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നില്ലേ, ഇപ്പോൾ ചില ഇടത്ത് ചിലത് പ്രശ്നങ്ങളില്ലേ എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ മതത്തിൻ്റെ ഉള്ളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യുക്തിവാദി പ്രസ്ഥാനത്തിനുള്ളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ യുക്തിവാദി സ്വയം സ്വതന്ത്രനാവുന്ന അല്ല, ഇത് നമ്മൾ ആക്ച്വലി ഞാൻ അത് ഒരു രസകരമായ തമാശ. ഞാൻ ഈ അടുത്തൊരു അബ്ദുള്ള ബാസിൽ CP ആയിട്ട് ഒരു ഡിബേറ്റ് നടത്തിയിരുന്നു. അപ്പം അതൊരു 2 വർഷം മുമ്പ് തീരുമാനിച്ചത് ഡിബേറ്റ്. അപ്പം അന്ന് ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാണ്. ബാസിൽ എന്ത് പറഞ്ഞാലും ഞാൻ ബാസിലിനെ അടിച്ചിടും എന്നുള്ളൊരു അപാരമായ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഡിബേറ്റിന് അന്ന് രാവിലെ ഞാൻ അവിടെ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ഗോപു ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഈ പഠിച്ചിട്ട് പരീക്ഷ പോകുമ്പോഴത്തെ ടെൻഷൻ ഉണ്ടാവും, എനിക്ക് പാസ്സാകാൻ പറ്റും, എഴുതാൻ പറ്റും, ആ ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഗോപുവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല, അപ്പോൾ ഒന്ന് മാറ്റി വെച്ചാൽ നമ്മൾ കോഴിക്കോട് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതല്ലേ, എന്തായാലും നിങ്ങൾക്ക് ആവട്ടെ. അപ്പോൾ ഈ ബാസിൽ അവിടെ ഇരുന്ന് ബാസിലെ വാദങ്ങൾ പറയുമ്പോൾ സത്യം പറഞ്ഞ് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്കിത് എന്താണ് തിരിച്ച് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഡിബേറ്റ് വന്നപ്പം അത് ഡിബേറ്റിന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നല്ലൊരു സംവാദ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക, ഒരു ജനാധിപത്യപരമായ. അത് ഞാൻ ഡിബേറ്റ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു വളരെ സന്തോഷം തോന്നിയൊരു ഡിബേറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംവാദം നടക്കുക, യുക്തിവാദികൾക്കിടയിലുള്ള സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിപ്പിരിയണം എന്നുള്ള. പക്ഷെ ആ ഡിബേറ്റ് വളരെയേറെ രസകരമായ രീതിയിലും വളരെ സൗഹാർദ്ദത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നടന്നത്. നല്ലൊരു അതുപോലെ തന്നെ അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു സംവാദം നടക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയില്ല എന്ന് പറയാൻ എനിക്ക് പറ്റണം. കാര്യം ഇപ്പോൾ ഈ സംവാദത്തിൽ നമ്മൾ കാണുന്ന വെച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ സംവാദം തോറ്റു എന്നുള്ളതാണ്. ഇവിടെ ഒന്നും ഞാൻ ജയിക്കാനോ തോക്കാനോ അല്ല വന്ന ഒരാളല്ല, എനിക്ക് എൻ്റെ വാദങ്ങൾ വെക്കുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രശ്നം അവിടെ പറ്റിയത് എനിക്കൊരു കൃത്യമായ വാദം അവിടെ വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഈ നവനാസ്തികയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നവനാസ്തിക പ്രസ്ഥാനത്തിൽ വിവിധ ധാരകളുണ്ടോ? അതായത് എനിക്ക് പലപ്പോഴും കാണാറുണ്ട് ചില ആളുകൾ ഇസ്ലാമിനെ കൂടുതൽ വിമർശിക്കുന്നവർ. മാത്രമല്ല ഈ നവനാസ്തിക പ്രസ്ഥാനത്തിന് ഇടയ്ക്ക് കുറേ ആളുകൾ മാറി വീണ്ടും വിശ്വാസികളാവും, വിശ്വാസികളായിട്ടുള്ള ആളുകൾ വീണ്ടും നവനാസ്തിക പ്രസ്ഥാനത്തിലേക്ക് വരും. അങ്ങനെ ഇതൊക്കെ കാണുന്നുണ്ട് പലതും. മറ്റു രംഗം മാത്രമല്ല, ഞാൻ വേറൊരു രീതിയിൽ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നിരുന്ന് ഒരുപാട് വലിയ സ്റ്റേജുകൾ, വലിയ കൂട്ടങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കാലത്തിൻ്റെ വംശീയതയാണോ ഈ നവനാസ്തിക പ്രസ്ഥാനം? തീർച്ചയായിട്ടും അത് നവനാസ്തികർ എന്ന് പറയുന്നത് കൃത്യമായ ഒരു വംശീയ കൂട്ടം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോ ഓഫാണ് ഇവിടെ കിടക്കുന്ന ഈ മറ്റ് ഗംഭീര പരിപാടികളൊക്കെ. ആക്ച്വലി ഈ നവനാസ്തികർ ഒരു പ്രശ്നം തന്നെ ഈ ഷോ ഓഫ് എന്നുള്ളതാണ് ഒരു ഇതിൽ നിൽക്കുന്നത്. അത് കൃത്യമായ വംശീയത അതിനകത്തുണ്ട്. അത് നമുക്ക് ഷോ ഓഫ് ഉണ്ടാവുന്നതുകൊണ്ട് വംശീയത ഉണ്ടാവണമെന്നില്ല. അല്ല, അത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നത്. ഈ ഷോ ഓഫൊക്കെ വരുന്നത് ഈ വംശീയത ഒരു ഘടകം തന്നെയാണ്. കാരണം അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുവിനെ ആർക്കും വിമർശിക്കാം, എന്തും പറയാം എന്നുള്ളൊരു ലെവലായിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിനെ അങ്ങനെ വിമർശിക്കാൻ പറ്റുന്നില്ല. വിമർശിക്കാൻ ഭയങ്കര പ്രശ്നം. ആരെന്ത് പറഞ്ഞാലും അപ്പം ഇസ്ലാം ഫോബിയ എന്ന് പറയും, എന്ത് പറഞ്ഞാലും ഇസ്ലാം ഫോബിയ എന്നുള്ള. ഹിന്ദുവിനെ വിമർശിച്ച കേരളത്തില് വലിയ പ്രശ്നങ്ങളല്ലേ ഇന്ത്യയില്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? എന്തിനാണ് പറഞ്ഞത്? അത് കൃത്യമായ ഒരു വിമർശനം പോലും ആയിരുന്നില്ല. ഇപ്പം നമ്മുടെ TS ശ്യാമകുമാർ ആക്രമിക്കപ്പെടുന്നുണ്ടല്ലോ, ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അത് മാത്രമല്ലല്ലോ ഹിന്ദു മാത്രമല്ല വിമർശിക്കപ്പെടുന്നത്. ഇപ്പൊ CPM ഒരു പുസ്തകം കഴിഞ്ഞ ആഴ്ച പയ്യന്നൂരിൽ ഒരു പുസ്തകം പോകുന്നു. ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിന് ഒരു സർക്കാർ ഹൈക്കോടതിയിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ അവർ ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാ മേഖലയിലും നടക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ട്. അപ്പൊ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇവിടെ നവനാസ്തികര് യൂട്യൂബ് ചാനലുകളും അവർ നടത്തുന്ന യൂട്യൂബ് ചാനൽ നോക്കുക. യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞാൽ
തെന്നിയും തിരിച്ചൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഉള്ളത് ഇസ്ലാം മത വിമർശനമായിരിക്കും, അതിന് ഭയങ്കര വ്യൂസും ആയിരിക്കും. എന്നിട്ട് ഞാൻ പ്രവർത്തിച്ച ഒരു സംഘടന ഉണ്ടായിരുന്നു. നമ്മുടെ സംഘടന എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ പഠിച്ച ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യം ഇട്ട വീഡിയോസ് ഒന്നും ഒരു 4, 3, 7 പേര് പോലും കണ്ടില്ല. അപ്പോഴാണ് ദ എസൻസ് ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞ് EA ജബ്ബാറിൻ്റെ ഒരു വീഡിയോ വന്നു. പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിരുന്നു ആ ചാനലുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മതപരിഷത്തിൻ്റെ അവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പ്രവർത്തിക്കുന്നത് നമ്മൾ ഇസ്ലാമോഫോബിയയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നവനാസി പ്രസ്ഥാനം ഇവിടെ വേര് പിടിച്ചിട്ടുള്ളതെന്നാണ് തീർച്ചയായിട്ടും. അത് ഒരു മനസ്സിലാവുന്നില്ല. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ഈ എന്താണ് ഇവരുടെ ഇസ്ലാമോഫോബിയ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമോഫോബിയ എന്താണെന്നുള്ളതല്ല, അതെ അതെ അതെ, എന്താണ് നവനാസ്തികരുടെ ഇസ്ലാമോഫോബിയ? അവർ നവനാസികളുടെ ഇസ്ലാമോഫോബിയ ഒന്ന് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതത്തെ ഒരു വൈറസ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക് കാരണം അവർ പറയുന്നൊരു വാദം, ഒന്ന് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിലുണ്ട്. അപ്പോൾ ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷെ ആഗോളതലത്തിൽ തന്നെ എല്ലാം ഇസ്ലാമും പ്രശ്നം എന്നവർ പറയുന്നത് പലതും തന്നെ ഇസ്ലാമായിട്ടൊരു ബന്ധമല്ലാതല്ല, അതിന് ജിയോ പൊളിറ്റിക്കലായിട്ട് വേറെ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ അത് വിഷയം വേറെ, ഞാൻ അതിപ്പോൾ അതിലോട്ട് കിടക്കുന്നില്ല. ഈ നവനാസികളുടെ ഒരു പ്രശ്നം ഒന്ന്, അവരുടെ ഇസ്ലാം ഫോബിയ എന്ന് പറയുന്നത് കൃത്യമായ ഒരു വംശീയ ഉന്മൂലന പദ്ധതി, അതായത് ഇന്ത്യയിലുള്ള ഒരു ഇസ്ലാം വംശീയ ഉന്മൂലന പദ്ധതിക്കുള്ള വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഇവിടുത്തെ നവനാസികർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൃത്യമായിട്ട് നമുക്ക്, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അവരുടെ ഇസ്ലാം ഫോബിയ എന്താണ് എന്ന് നമുക്ക് കൃത്യമാണ്, സെൽഫ് എവിഡൻ്റ് ആണ് അത്, അതിലൊരു സംശയം വേണ്ട അതിൻ്റെ അത്. ഇവരുടെ ഫാസിസത്തോടുള്ള ഇപ്പോൾ നിലപാട് എന്താണ് ഈ നവനാസികളുടെ ഫാസിസ്റ്റ് കാഴ്ചപ്പാട്? അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫാഷിസത്തെ നമുക്ക് കൃത്യമായിട്ടൊരു എന്താണ് ഫാഷിസം എന്നുള്ളൊരു കൃത്യമായ ഡെഫിനേഷൻ അവരെന്ത് ചെയ്യുന്നത്, അവരെല്ലാത്തിനും പിടിച്ചങ്ങ് ഫാഷിസ്റ്റ് ആക്കിയിട്ട് ഡൈലൂട്ട് ചെയ്യില്ല. അത് ഒറിജിനലി ഒരു ഫാഷിസം വിശദീകരിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കമ്മ്യൂണിസത്തെയും അവർ ഫാഷിസ്റ്റാക്കും. നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങളെ വിമർശിക്കുന്നു, അത് ഒരു ഫാഷിസ്റ്റാണ്. എല്ലാം ഫാഷിസ്റ്റ് ആണെന്ന് പറയും. അപ്പോൾ ഈ എല്ലാം ഫാഷിസ്റ്റ് ആക്കി ഒരാൾ ചെറിയ സംഘർഷങ്ങൾ മുഴുവൻ ഫാസിസത്തിന്, അതായത് ഇപ്പം അർത്ഥം ചോർത്തി കളയുന്നു, അതിൻ്റെ സത്ത ഒന്ന് ചോർത്തിയിട്ട് ഡൈലൂട്ട് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾവാൾക്കർ, മൗദൂദി, നമ്മൾ എന്ത് ചെയ്യും, ചിലർ ഇവിടെ ഇരുന്നിട്ട് ഈ നവനാസിർ ചെയ്യുന്നത് ഗോൾവാൾക്കർ മൗദൂദി തുല്യമാണെന്ന് പറയും. അത് നവനാസിർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റിലും പറഞ്ഞൊരു ഭാഗത്തുണ്ട്. ഈ ഗോൾവാൾക്കർ മൗദൂദി, ഈ ഗോൾവാൾക്കറെ മൗദൂദി തുല്യമാക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൗദൂദി ഗോൾവാൾക്കർ ഒപ്പം പ്രശ്നമാവുകയല്ല ചെയ്തത്, ഗോൾവാൾക്കർ മൗദൂദിക്ക് തുല്യമായിട്ട് ആ ഒറിജിനലി ഉണ്ടായിരുന്നൊരു ഇതുണ്ടല്ലോ, ഒരു ഫാഷിസ്റ്റ് സാധനം, അതും ഡൈല്യൂട്ട് ചെയ്ത് ഇതിലോട്ട് മൗദൂദിയിലോട്ടൊക്കെ മാറും. അപ്പം ഫാഷിസ്റ്റുകൾ വലിയ കുഴപ്പമില്ല, മൗദൂദി അത്ര വലിയ ഭീകരവാദിയൊന്നും അല്ല എന്ന് പറയുന്നൊരു സമൂഹത്തിലേക്ക് നമ്മളിത് ഗോൾവാൾക്കറെ നമ്മളങ്ങോട്ട് കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡൈല്യൂഷനാണ് ഇവിടുത്തെ നവനാസികൾ ചെയ്യുന്ന ഫാഷിസ്റ്റ് അനുകൂല അവരുടെ സമീപനം. ശരിക്കും നവനാസിർ ഒരു ജാതി വിരുദ്ധ നിലപാടില്ലാത്തവരാണെന്ന് തോന്നുന്നുണ്ട്. ശരിയാണ്, തീർച്ചയായിട്ടും. അവർ ജാതിയെ അത് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമായിട്ടല്ല, അത് അവരങ്ങനെയാണ് ജാതിയെ കാണുന്നത്. കാരണം അവർക്ക് ഈ പറയുന്ന, കാരണം നവനാസ്തികരുടെ ഒരു കൂട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ബേസിക്കലി ഒരു സവർണനാണ് കൂടുതൽ, സവർണനാണ് കൂടുതൽ. അപ്പോൾ ആ സവർണ അവർക്ക് തന്നെ അറിയാം സവർണനാണ് എന്നും, ആ സവർണരുടെ എല്ലാ സവർണ ജാതിക്ക് നിൽക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളല്ലോ അതെല്ലാം കൃത്യമായ ജാതി വിരുദ്ധം. അതുകൊണ്ടാണ് അവർ സംവരണ വിരുദ്ധരായിരിക്കുന്നത്. ഇതെല്ലാം അതായത് ഈവൻ എന്നാൽ സംവരണ വിരുദ്ധരായിരിക്കുമ്പോൾ തന്നെ അവർ ഭാഗികമായി EWS അനുകൂലിക്കുന്നുണ്ട്. ഈ നവനാസ്തികരുടെ പെട്ട് തന്നെയാണ് ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്നത്. നവനാസ്തികർ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ അവർ പറയുന്നത്, ഇപ്പം അവർ പറയുന്നത് അവിടെ നമ്മൾ ഈ ഫാഷിസത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന കുട്ടി നടക്കേണ്ടത്. ഇപ്പം നമ്മൾക്ക് മതരഹിത കൂട്ടായ്മ ഉണ്ടായി വരണമെന്നൊരു പറയുന്ന, ഞാൻ ഈവൻ ഒരു മതരഹിത കൂട്ടായ്മയുടെ ട്രിവാൻഡ്രം ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു ഞാൻ. ശരി. അപ്പം അങ്ങനെ ഒരു NRC എന്ന് പറഞ്ഞപ്പോൾ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മതം വിടുമ്പോൾ ഒരുപാട് മതം വിടുന്ന ആൾക്കാർ, മതരഹിത ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് സാമ്പത്തികമാകാം, സാമൂഹ്യമാകാം, മാനസികപരമാകാം, നിയമപരമാകാം. അങ്ങനെ അപ്പം അവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു. ഇത് പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിപാടി നടത്തുക, ക്ലാസ് എടുക്കുക, അതൊന്നും അല്ല നമ്മുടെ പരിപാടി. നമ്മുടെ പരിപാടി ഇതുപോലെ മതം വിട്ടു വരുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൈസഹായം, ഒരു എക്സ് മുസ്ലിം കൂട്ടായ്മ ഞാൻ പറഞ്ഞു, അതിലൂടെ ഞാൻ പറയാം. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതെല്ലാം ഹൈജാക്ക് ചെയ്യപ്പെട്ടുപോയി. ഇതെല്ലാം ഇതിലോട്ട് ഫാഷിസത്തിലോട്ട്. അത് ഈ എക്സ് മുസ്ലിം, അപ്പോൾ അവർ പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മതരഹിത കൂട്ടായ്മയേക്കാൾ ഉപരി ഈ ഇസ്ലാം മതം വിടുന്നവർ തനതായിട്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരുടേതായ ചിലർ കൂട്ടായ്മ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ നവനാസ്തിക എന്ന് പറയാൻ പറ്റില്ല, അവർ ഇസ്ലാം വിട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം എക്സ് മുസ്ലിം യൂണിറ്റി ആദ്യം തുടങ്ങിയ സമയത്ത് അതിൽ വന്ന ഒരാൾ ഇപ്പം BJP അംഗം നേടി എന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. എപ്പോഴാണ് ഈ എക്സ് മുസ്ലിം പ്രയോഗം ഉണ്ടാകുന്നത്? അതൊക്കെ ഈ അന്താരാഷ്ട്രത്തിലുള്ള പ്രയോഗമാണോ കേരളത്തിലുള്ള പ്രയോഗമാണ്? അന്താരാഷ്ട്രത്തിലാകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇതുപോലെ സാധനം ഉണ്ട്. അതായത് ഇവിടുത്തെ ഒരു പ്രമുഖൻ അതിന്റെ അന്താരാഷ്ട്ര സംഘടന എന്തോ ഒരു പരിപാടി പങ്കെടുക്കാൻ പോയി, അപ്പോൾ അത് പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ പുള്ളി തീർച്ചയായിട്ടും അങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് നമ്മുടെ നവനാസ്തികത ഇൻഫ്ലുവൻസ് എല്ലാം തന്നെ എന്താ അന്താരാഷ്ട്ര ഇൻഫ്ലുവൻസ് ഉണ്ടായ ഒരു സാധനമാണ്. അപ്പോൾ ഈ എക്സ് മുസ്ലിം മെയിൻ ആള് ഇന്നിപ്പം ശരിക്കും നവനാസ്തികർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തദ്ദേശമായ പ്രശ്നങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട്
ദുർബലമാണെന്ന് തോന്നുന്നില്ല അതിനെ തീർച്ചയായിട്ടും വളരെ ദുർബലമാണെന്ന് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം നിങ്ങൾ നോക്കുക, അപ്പം ഒരു മുസ്ലിമിന് നീതി കിട്ടുന്ന ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഈ ഒരു മുസ്ലിം നമ്മൾ നിന്നിട്ടുണ്ട്. ഞാൻ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സംവരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്. അവരിങ്ങനെ തത്വത്തിലൊക്കെ പറയാം. അപ്പം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ അവർ പറയുന്നൊരു വാദം, ഞാൻ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, സംവരണത്തോടുള്ള അവർ പലരുടെ നിലപാട് തലയെറിഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മതം വിടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇസ്ലാം മതം വിടുമ്പോൾ എന്തോ തനതായിട്ടൊരു പ്രശ്നം നേരിടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തനതായിട്ടൊരു പ്രശ്നം നേരിടുന്നില്ല. നിങ്ങളിവിടെ ഒരു ആതിര എന്ന ഈഴവ പെൺകുട്ടി ഒരു ദളിത് യുവാവിനെ പ്രണയിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഇവിടെ അത്ര രൂക്ഷമായിട്ടൊരു പ്രശ്നമൊന്നും ഇവിടെ ഇസ്ലാം മതം വിടുന്നവർ നേരിടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടാവാം. ഇപ്പോൾ സ്ത്രീകൾ, അപ്പോൾ എല്ലാ സ്ത്രീകളും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ എക്സ് മുസ്ലിം പോലെ എക്സ് ഹിന്ദു ഉണ്ടോ? അവിടെ ഒരു പ്രശ്നം, ഈ ആരാണ് ഹിന്ദു എന്നൊരു ചോദ്യം വരില്ല. എസ് ഹിന്ദു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഞാൻ ട്രോൾ ഗ്രൂപ്പ് പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പ്രമുഖമായിട്ട് നിൽക്കുന്നത് എസ് മുസ്ലിം. കാരണം അതിൻ്റെ എല്ലാം നമ്മുടെ സമൂഹം ശരിയപ്പോ എനിക്ക് തോന്നുന്നത് നവനാസിക പ്രസ്ഥാനം അടിസ്ഥാനപരമായ ഒരു ഇസ്ലാമോഫോബിക് ഫ്രെയിംവർക്കിനുള്ളിലാണ്. കറക്റ്റാണ്. അത് ആ ഫ്രെയിംവർക്ക് ബേസിക്കലി അവർ ഇസ്ലാമോഫോബിയ ആണ്. അതോടൊപ്പം ജാതിയെ ഭയങ്കരമായിട്ട് അതായത് തലതിരിച്ചാണ് അവർ വായിക്കുന്നത്, തലതിരിച്ച് വായിക്കുന്നത്. ജാതിപ്പൂക്കൾ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ അത് ആ പ്രയോഗം ഇവിടെ നിന്ന് ഈ ജാതിപ്പൂക്കൾ എന്നുള്ള പ്രയോഗം കാണാറുണ്ട്. പുള്ളി അത് ഞാൻ പറഞ്ഞു, ഈ ഡൈലൂഷൻ ടെക്നിക്സ് ആണ് അതൊക്കെ. നിങ്ങൾ കൃത്യമായിട്ട് സവർണ ഈ പറയുന്ന ഫാഷിസ്റ്റുകൾക്ക് ഇവിടെ ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് നവനാസ്തികർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയിട്ടുള്ളത് അവരുടെ ഒരു സംഘാടനത്തിന്റെ ശൈലിയാണ്. അതായത് സാധാരണ നമ്മൾ കാണാറുള്ള വെച്ചാൽ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ പരിപാടികൾ, അതിലൊരു സമിതി ഉണ്ടാവും. ആ സമിതിയിൽ ആളുകൾ താഴെ തലത്തിലൊക്കെ സമിതികൾ ഉണ്ടാക്കും. എന്നിട്ട് ഏതെങ്കിലും ഇഷ്യൂസിലൊക്കെ ഇടപെടും. ആ ഇഷ്യൂവിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യും. ഇടയ്ക്ക് അങ്ങനെയാണ് പൊതുവെ നമ്മൾ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ കണ്ടിട്ടുള്ളത്. ഈ ഒരു ഓർഗനൈസിങ് രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവർ വലിയൊരു അരങ്ങ് സംഘടിപ്പിക്കും, വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കും. ആയിരക്കണക്കിന് ആൾക്കാർ വന്നു ചേരും. അത് രജിസ്ട്രേഷൻ ഉണ്ടാവും, അതിൽ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നു, അത് യൂട്യൂബിൽ ഇടുന്നു, പിന്നെ അതിനെക്കുറിച്ച് ചർച്ചകൾ. ഇതാണ് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക്. നവനാസ്തികർ പ്രസംഗിക്കുന്ന ആളുകൾ മാത്രമാണോ, അത് പഴയ യുക്തിവാദികളെ പോലെ പ്രവർത്തനങ്ങളൊന്നുമില്ല ഇവർക്ക്? അവരെ പ്രവർത്തനങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോൾ ഈ അടുത്തിട്ട് 1-2 പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിൽ മറ്റേ ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞിട്ട് അവർ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള തട്ടുമുട്ട് ചില കേസുകളിൽ പ്രാസംഗികരുടെ കൂട്ടമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ എക്സ് മുസ്ലിം യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരിപ്പോൾ ഈ അടുത്തിടെ കുറച്ച് ആൾക്കാരാണ് ഇപ്പം ഈ സ്ത്രീ അവരുടെ അതായത് ഈ പിന്തുടർച്ച അവകാശ നിയമങ്ങൾ അതേക്കുറിച്ച് വലിയ ധാരണ എനിക്കില്ലെങ്കിലും ഈ പിന്തുടർച്ച അവകാശ നിയമമായിട്ട് ബന്ധപ്പെടാൻ മൊത്തം സ്ത്രീവിരുദ്ധമാണ്, അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കണം പറഞ്ഞപ്പോൾ നിയമ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സർക്കംസിഷനെതിരായിട്ട് ഒരു കേസ് പോയിട്ടുണ്ട്. പക്ഷെ അത് ഒരു കേസ് അവർ കോടതി തള്ളിക്കളഞ്ഞു. കാരണം അതൊരു പറയുന്നത് പ്രയർ, അത് അഡ്വക്കേറ്റ് വെച്ച പ്രയർ അത് ശരിയായില്ല എന്നാണ് ഞാനൊരു എക്സ് മുസ്ലിം യൂണിറ്റിയുടെ പ്രമുഖനോട് ചോദിച്ചപ്പോൾ മനസ്സിലായി. കാരണം ഇതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഈ റിലീജിയസ് റൈറ്റ്സ് എന്നൊരു സാധനം അത് നമ്മുടെ ഭരണഘടന പറയുന്നതാണ്. ഇത് എവിടെ ഇപ്പോൾ സർക്കംസിഷനെ നിങ്ങൾ നിയമവിരുദ്ധമാക്കിയാൽ ഈ പാരന്റൽ റൈറ്റ് ഇതെവിടെ കൊണ്ട് ഫിക്സ് ചെയ്യും എന്നൊക്കെ അങ്ങനെ എന്തോ, അതായത് റിലീജിയസ് റൈറ്റോട് ബന്ധപ്പെട്ട് ചോദിച്ചു. അപ്പോൾ അതിന് പകരം ഈ ചൈൽഡ് റൈറ്റ്സ് വയലേഷൻ ഇത് അൺസയന്റിഫിക് എന്ന രീതിയിൽ അവിടെ അൺസയന്റിഫിക് നിങ്ങൾക്ക് കോടതി എടുക്കാൻ പറ്റില്ല. കാരണം റിലീജിയസ് റൈറ്റ് എന്ന് പറയുന്നത് സയൻസായിട്ട് ബന്ധമുള്ള കാര്യമില്ല. സയൻസ് അംഗീകരിച്ചില്ലെങ്കിലും ഈവൻ ശാസ്ത്രജ്ഞാണെങ്കിലും നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് പ്രചരിപ്പിക്കാനും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അത് ശരിയോ, കുട്ടിയുടെ മേലെ ചെയ്യുന്ന ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റൈറ്റ് തെറ്റാണെങ്കിൽ ഇവിടെ വേറെയും കുറേ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് തെറ്റാണെന്ന് എല്ലാവരും പറയുന്നില്ല. ഇവിടെ ഇന്നത്തെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കേസിനൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവർത്തനങ്ങൾ വളരെ കുറവ്. അതായത് സാമൂഹ്യ പ്രശ്നങ്ങൾ, വലിയ സാമൂഹ്യപ്രദമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. ഈവൻ അവർ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ പോലും അവർ അങ്ങനെ. അതോടൊപ്പം എനിക്ക് മറ്റൊരു രസകരമായി തോന്നിയിട്ടില്ലേ, കുടുംബങ്ങളായിട്ടൊക്കെ പോകില്ല ഈ ധാരാളം പല കുടുംബങ്ങളും ഇതിൻ്റെ ഇടയിൽ ഇത്തരം പരിപാടികളിൽ കുടുംബങ്ങൾ ആയിട്ടാണ് ആളുകൾ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ കുടുംബമായിട്ടൊന്നും അങ്ങനെ അവർ യാത്രയൊക്കെ പോകുന്നുണ്ട്, പല യാത്രകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ടൂറൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുടുംബത്തിനകത്ത് ഈ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പം കുടുംബമായിട്ട് തന്നെ, അതായത് ഇപ്പം എക്സ് മുസ്ലിംസ് എന്നുള്ള ഒരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ അവിടെ ചില ഫാമിലികൾ അവർ മൊത്തം മതവിരുദ്ധരാണ്. അപ്പം അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ട് അവിടെ കുടുംബമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതേ വരും. ഇപ്പം നമ്മളിപ്പോൾ നിർബന്ധിച്ച് അങ്ങനെ വ്യക്തികൾ തന്നെയാണ് അവർ വ്യക്തികളായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ പക്ഷേ ആ കുടുംബത്തിൽ ഇരിക്കുന്നു. ഇപ്പം നിങ്ങൾ എക്സ് മുസ്ലിം ആയിരിക്കും, നിങ്ങളെ കൂടെ താമസിക്കുന്നവരും എക്സ് മുസ്ലിം ആയിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്ന അതങ്ങനെ ഉണ്ടാൽ മതി. അതില്ലാതെ അങ്ങനെയുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൽ തന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ള നവനാസ്തികരിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്.
നവനാസ്തികർ തമ്മിൽ വ്യത്യാസ വിഭാഗങ്ങളെന്ന് പറഞ്ഞാൽ അല്ല, ആശയപരമായിട്ട് അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളൊന്നും നവനാസ്തികരുടെ ഇടയിലില്ല, യുക്തിവാദികളുടെ ഇടയിലുണ്ട്. ഇതിലെ പ്രമുഖ നേതൃത്വക്കാരെ പ്രമുഖ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവനാസ്തികരുടെ ഇടയിൽ പ്രമുഖ നേതാവ് നമ്മളെ സി രവീന്ദ്രൻ തന്നെയാണല്ലോ എൻ്റെ മെയിൻ ആള്. പിന്നെ ഗ്ലോബൽ എസൻസ് ഗ്ലോബൽ, അപ്പൊ പുള്ളി പറയുന്നത് പുള്ളി ഒരു സംഘടന മനുഷ്യനല്ല എന്നാണ് പുള്ളി പറയുന്നതെങ്കിൽ പോലും എസൻസ് ഗ്ലോബലിന്റെ ഒരു വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ അതിന്റെ വിയോജിക്കുന്ന വിഭാഗങ്ങൾ? വിയോജിക്കുന്ന ഗ്രൂപ്പ് നമ്മുടെ സി വിശ്വനാഥന്റെ ഗ്രൂപ്പൊക്കെ ആശയപരമായിട്ട് വിയോജിക്കുന്നു പറയപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ പ്രയോഗത്തിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടുന്ന സാധനമാണ്. പിന്നെ വിശ്വനാഥന്റെ ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഇപ്പൊ ആലപ്പുഴയിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുക്തിവാദി പ്രസ്ഥാനം വേറെ ഇപ്പം നിലവിലുണ്ടോ? ഇപ്പോൾ ആളുകൾ, ഇപ്പം ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തെ കുറിച്ച് അങ്ങനെ വലിയ വേറായിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഞാൻ പക്ഷേ യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് പ്രതീക്ഷ നേരത്തെ വിശദീകരിച്ചതുപോലെ എൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് വരുന്നതാണ്. പ്രതീക്ഷ നേരത്തെ പറഞ്ഞു ഇങ്ങനെ അത് ഇങ്ങനെ കാണാൻ പാടില്ല. അത് ഞാൻ മാത്രമല്ല, കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ശതമാനം ആളുകൾക്ക് യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തോന്നുന്നു എസൻസ് ഗ്ലോബൽ. അതാണ് അവരുടെ അങ്ങനെ യുക്തിവാദി പ്രസ്ഥാനം ഇതിന് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനത്തെ പ്രസ്ഥാനം ഇപ്പൊ കേരള യുക്തിവാദ സംഘമുണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന യുക്തിവാദ സംഘം തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അത് പക്ഷേ തിരുവനന്തപുരത്ത് മാത്രം ആയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ പ്രവർത്തിക്കുന്ന ആൾ. നമ്മൾ പക്ഷേ എല്ലാ മാസവും നമ്മൾ പരിപാടി നടത്തും. നമ്മൾ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ പരിപാടി, ഇപ്പം നമ്മൾ ഇപ്പം NEP ആയിട്ടൊക്കെ നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല നമ്മൾ സായാഹ്ന ധർണകൾ നടത്തും, ചർച്ചകൾ നടത്തും. അത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സാംസ്കാരിക ഐക്യ മുന്നണി ഉണ്ടാകുക എന്നൊരു ആശയം നമ്മളുണ്ട്. അതായത് വിവിധ വ്യത്യസ്ത ധാരയാണെങ്കിൽ ആശയപരമായ അഭിപ്രായമുണ്ടും വളരെ ധാരയുണ്ടെങ്കിലും നമ്മളൊരു സാമൂഹിക പ്രശ്നം, പൊതുവായിട്ടൊരു സാമൂഹിക പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം ഒരു ഒന്നിച്ച് നിന്ന് പോരാടുന്ന ഒരു സാംസ്കാരിക ഐക്യ മുന്നണി ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അടിസ്ഥാന യുക്തിവാദ സംഘടനയുടെ ഒരു അടിസ്ഥാന ആശയം. പ്രതീക്ഷ എപ്പോഴെങ്കിലും നവനാസ്തിക പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? തീർച്ചയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ SSLC ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വിട്ടുവരാൻ കാരണം? വിട്ടുവരാൻ കാരണം ഒന്ന്, നമ്മൾ ആദ്യം ഞാൻ അതായത് അതിൽ കുറേ കഥകളുണ്ടെങ്കിലും ഞാൻ എസൻസിൽ ചേരുന്നത് 2017 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് എസൻഷ്യ നടത്തി. അപ്പം നമ്മളിവിടുന്ന് കേരള യുക്തിവാദ സംഘത്തിൻ്റെ കുറച്ച് ആൾക്കാർ നമ്മൾ ഈ എസൻഷ്യ കാണാനായിട്ട് എറണാകുളത്ത് ചെല്ലുകയും അപ്പോൾ അവരുടെ സംഘടന രീതി അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതിൻ്റെ സെക്രട്ടറിയെ കാണുകയും അപ്പോൾ അവർ മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് എടുക്കുന്ന മുമ്പ് അവർ കുറേ പേപ്പറൊക്കെ വായിക്കാൻ തന്നു, എന്താണ് ചെയ്യണം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കുറേ പരിമിതികളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം അംഗീകരിച്ച് അങ്ങനെയാണ് ഞാൻ എസൻസിൽ ചേരാം. ഞാൻ ട്രിവാൻഡ്രത്ത് എസൻസിൽ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അന്ന് പിന്നീട് സി രവീന്ദ്രനായിട്ടുള്ള വ്യക്തിപരം പുള്ളി ഒരുപാട് ധാർമ്മിക വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുകയും നമ്മുടെ സംഘടന അയാളെ ഹൈജാക്ക് ചെയ്തു, യൂട്യൂബ് ചാനൽ അടിച്ചുകൊണ്ടുപോയി. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ അന്ന് അവിടെ വളർന്നു. അപ്പോൾ ഞാൻ രവി വിരുദ്ധ എസൻസിൻ്റെ ട്രിവാൻഡ്രത്തെ മെയിൻ ആളായി. രവി എസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ രവി വിരുദ്ധ എസൻസ് ഇപ്പൊ തത്വത്തിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. കാരണം രവി എസൻസ് കുറഞ്ഞ അല്ല, രവി എസൻസ് അല്ല, രവി വിരുദ്ധ എസൻസ് ഇപ്പൊ ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ആലപ്പുഴയിൽ ഇപ്പോൾ എസൻസ് ഗ്ലോബൽ ആലപ്പുഴ എന്ന് പറഞ്ഞൊരു സംഘടന ഗ്രൂപ്പുണ്ട്. അതിന് സ്കാറ്റേഡ് ആയിട്ടൊക്കെ ഞാൻ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഈ നമ്മുടെ രവി ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പ്രവർത്തിക്കുന്നില്ല, കാരണം അത് പോയി, ആൾക്കാരൊക്കെ പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾ തന്നെ പറയുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്ന ഈ കേരളത്തിൻ്റെ യുക്തിവാദ മണ്ഡലം ഒരു വംശീയതയുടെയും വെറുപ്പിൻ്റെയും ഒരു മണ്ഡലമായിട്ട് മാറിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇതിലാണ് എൻ്റെ യുക്തിവാദി പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നവനാസ്തിക പ്രസ്ഥാനത്തിൽ ആ ഒരു പ്രവണത സജീവമാണെങ്കിലും യുക്തിവാദി പ്രസ്ഥാനത്തിലും ഈ പ്രവണത സജീവമാണ്. തീർച്ചയായിട്ടും സജീവമാണ്. വേറെ തലത്തിലാണെന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഇസ്ലാം ഫോബിയയുടെ ഡെഫിനിഷൻ പറയുമ്പം പറയുന്ന കാര്യം മുസ്ലിം വിരുദ്ധ വംശീയത, അത് നമുക്ക് നവനാസ്തിയുടെ ഇടയിൽ ഇത് ഇവിടെയാണ്. പക്ഷേ യുക്തിവാദികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞാൽ UN കണ്ടുപിടിച്ച എന്തോ ഒരു ഭയങ്കര തനത് പദ്ധതിയായിട്ടാണ് യുക്തിവാദികൾ കാണുന്നത്. അപ്പം അവർ പറയും ആൻറ്റി മുസ്ലിം റേസസ് അവർ അംഗീകരിക്കും, അതവർക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഇപ്പം സെൽഫ് ഓർഗനൈസേഷൻ, സ്വയം നിർണ്ണയാവകാശം, സെൽഫ് ഡിറ്റർമിനേഷനും സെൽഫ് ഓർഗനൈസേഷനും ഇവർ അംഗീകരിക്കത്തില്ല. അത് അവർക്കൊന്നും ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതുപോലെ ഇപ്പം ഈ മുസ്ലിങ്ങളെ വിശ്വസിക്കരുത് എന്ന് പറയുന്ന യുക്തിവാദികളുണ്ട്, മുസ്ലിങ്ങളെ പ്രണയിക്കരുത് എന്ന് പറയുന്ന യുക്തിവാദികളുണ്ട്. പിന്നെ അതാണ് ഒരാൾ ഇസ്ലാമിനോട് എത്ര ചേർന്ന് നിൽക്കുന്നോ അത്രയും തീവ്രവാദിയായിട്ട് മാറും എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. അത് പക്ഷേ ആ പൊട്ടൽ ജിഹാദി എന്ന് പറഞ്ഞ മെയിൻ ആള് ഒരു എക്സ് മുസ്ലിമിൻ്റെ ആളാണ്, അദ്ദേഹമാണ് അത് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇപ്പുറത്ത് ഈ യുക്തിവാദി എന്ന് പറയുന്നത് ഇതിൽ നവനാസ്തികനല്ല അദ്ദേഹം. ഞാനും പറഞ്ഞ ആള് ഒരു മാനവിക യുക്തിവാദിയായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. യഥാർത്ഥ ഇസ്ലാം മത വിമർശനം നടന്ന ആൾ അദ്ദേഹമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. അതായത് ഇസ്ലാമിനോട് ചേർന്ന് നിന്നാൽ പ്രശ്നമാണ്. ഇനി വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ ഒരു എക്സ് മുസ്ലിം ഈ അടുത്തിടെ അവർ ഒരു യുക്തിവാദി തന്നെയാണ്, മാനവിക യുക്തിവാദി എഴുതിയത്. ഇപ്പം ഈ മറ്റ് രാജ്യങ്ങളിൽ ഇവിടുന്ന് കുടിയേറി പാർക്കുന്നവർ, കുടിയേറ്റക്കാർക്കെതിരെ ഒരു കുടിയേറ്റ വിരുദ്ധ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിന് കാരണം ഈ ഇവിടുന്ന് ചെല്ലുന്ന അവരുടെ വിശ്വാസങ്ങൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും എസ്പെഷ്യലി മുസ്ലിങ്ങൾ അവരുടെ ഇസ്ലാം മത ശരീഅത്തൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയൊക്കെ ഉണ്ടായി എന്നാണ് അവർ എഴുതി വെച്ചത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു,
ഇപ്പോൾ കേരളത്തിൽ കുറേ യുക്തിവാദികൾ മതവിമർശനം നടത്തി ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇത് അവർ ചേർന്ന് പറയായിരുന്നു, അവർ ഇവിടുത്തെ പൊതുബോധമായിട്ട് ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ അപ്പം നിങ്ങൾ അവിടെ പറഞ്ഞ ലോജിക്കില്ലേ, അതായത് അവിടെ പോയി അവർ സ്വന്തം ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതാണ് അവരുടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ അന്ന് നമ്മൾ ഈ പറയുന്ന ദാബോൽക്കർ, ഗൗരി ലങ്കേഷ്, പൻസാർ ഇവർ ദിനങ്ങൾ നമ്മൾ അനുസ്മരണം നടത്തുന്നു, പരിപാടികൾ നടത്തുന്നു, അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അവർ ചെയ്ത അതേ സാധനമല്ലേ അവിടെയും പോയി അവരും ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് എന്തുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് എന്തുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല? ഇത് ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു മറ്റൊരു ഞാൻ പറഞ്ഞില്ല, യുക്തിവാദത്തിൽ ഇപ്പോൾ പുതിയൊരു ധാര കൂടി വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ റിഡക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ചോദ്യമായിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡോക്ടറിൻസിൻ്റെ ബാധ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അത് നവനാസ്തികൾ, അപ്പോൾ നമ്മളിപ്പോൾ നവനാസ്തികളുടെ പ്രശ്നം നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇതേ പ്രശ്നം എന്തുകൊണ്ട് മാനവിക യുക്തിവാദികളെ ബാധിച്ചു എന്നുള്ളത് മറ്റുള്ളവരെ മാനവിക യുക്തിവാദികൾ അവർ സ്വയം പറയുന്ന മാനവിക യുക്തിവാദികൾ, അത് മാനവിക യുക്തിവാദം അല്ലെങ്കിൽ ജ്ഞാനോദയ യുക്തിവാദം, ജ്ഞാനോദയ പ്രസ്ഥാനം, ജ്ഞാനോദയം എന്ന് പറഞ്ഞ സാധനമുണ്ട് റെനേസൻസിൻ്റെ. അത് ഈ ജ്ഞാനോദയ, ഇന്ത്യയിലെ ജ്ഞാനോദയ യുക്തിവാദം പ്രവർത്തീകരിക്കുക. ഞാൻ അതിലായിരുന്നു, ഇപ്പം ഞാനൊന്നുമില്ല. അത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദം എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറൊരു അങ്ങനെ പ്രതീക്ഷ പലതവണ പറഞ്ഞ ഒരു കാര്യമാണ് ഇസ്ലാമോഫോബിയെ കുറിച്ച് സംസാരിച്ചത്. അതെ. പ്രതീഷിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതീക്ഷ? ഞാൻ ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഈ അവരുടെ സ്വയം കർത്തൃത്വത്തെ നിരാകരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ വംശീയത എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ വംശീയത എന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിങ്ങളെ അവരുടെ ഒരു ബെയർ ഹ്യൂമൻ ബോഡി മാത്രമാക്കുന്നു എന്നുള്ളതാണ്. അതായത് പൗരനല്ല, അപ്പോൾ തുല്യ പദവിയില്ല, പൗരനല്ല, പൗരനല്ലാതാക്കുക. അപ്പോൾ നമ്മൾ പൗരനല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ്സ് ഇല്ല, നമുക്കൊന്നും ആവശ്യപ്പെടാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും അവർ തരുന്നത് വാങ്ങിക്കഴിക്കുക എന്നുള്ളതല്ലാതെ പൗരാവകാശം, അതായത് അഭയാർത്ഥി, അത് ബെയർ ഹ്യൂമൻ ബോഡിയായി മാറുക എന്നുള്ളതാണ് വംശീയതയുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് നവാസ്തികര വംശീയതാണെന്ന് നമുക്ക് സെൽഫ് എവിഡന്റ്. പക്ഷേ ഈ മാനവിക അല്ലെങ്കിൽ ജ്ഞാനോദയ യുക്തിവാദികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഇത് അംഗീകരിക്കും. ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ വംശീയത. പക്ഷെ നമ്മൾ കേവലമായി മുസ്ലിം വിരുദ്ധ വംശീയത എന്നുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാം ഫോബിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അതായത് അവരുടെ റൈറ്റ്സ്, അതായത് സെൽഫ് റൈറ്റ് ടു ഓർഗനൈസേഷൻ, റൈറ്റ് ടു ഡിറ്റർമിനേഷൻ, പിന്നെ എസെൻഷ്യലിസം എന്ന സാധനമുണ്ട്. അതായത് ഈ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും അത് മതപരവും അവർ ചെയ്യുന്നത് മറ്റേ നാളെ അവർക്ക് സ്വർഗം കിട്ടാൻ ശ്രമത്തിലാണ്, ഡിവോഷനാണ്. ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു ചോദ്യം, അതിലൊരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന് തന്നെ നോക്കി. അതായത് മുസ്ലിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അപ്പോൾ മുസ്ലിങ്ങൾ ഇപ്പം നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ സാഹോദര്യം, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, ഇതൊക്കെ ചെയ്യുന്നത് നാളെ അവർക്കൊരു പുണ്യം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണെങ്കിൽ തന്നെ അതിലെന്താണ് ഇത്ര തെറ്റ്? അവരൊരു നല്ല കാര്യം ചെയ്യുന്നു, ഓക്കെ, ആ നല്ല കാര്യം ചെയ്യാൻ അവർ കാണുന്ന ഒരു മൂല്യം അതാണ്, അത് അവരുടെ ലോകവീക്ഷണമാണ്, പ്രപഞ്ച വീക്ഷണമാണ്. അങ്ങനെ ഒരു പ്രപഞ്ച വീക്ഷണവും ലോകവീക്ഷണവും വെക്കാൻ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എൻ്റെതായ ഒരു യുക്തിവാദ പ്രപഞ്ച വീക്ഷണവും ലോകവീക്ഷണം വെക്കാനുള്ള അവകാശം എനിക്കുണ്ടെങ്കിൽ ആ ഒരു അവകാശം അവർക്ക് കൊടുക്കണം. ഇത് കൊടുക്കുന്നില്ല എന്നതാണ് ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയയുടെ ഒരു ബേസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയ കാണുമ്പോൾ നമ്മൾ ഈ കേവലമായ ആൻറ്റി മുസ്ലിം റേസിസം എന്ന നിലയിൽ കാണാതെ ഇതുകൂടി കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ മുസ്ലിങ്ങളെ വിമർശിക്കുമ്പോഴോ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴോ അവരെ എന്താണോ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തോ അത് നമ്മൾ ഉപയോഗിക്കണം. ഈ നവനാസ്തികരുടെ ഭാഗത്താണ് നമ്മൾ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഇപ്പം നേരത്തെ പറഞ്ഞ ജ്ഞാനോദയ യുക്തിവാദികൾക്ക് ഇസ്ലാമോഫോബിയ ഉണ്ടോ? അവരെ ഇസ്ലാമോഫോബിക്കാണ് അവരുടെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഈ മുസ്ലിമിൻ്റെ ഒരു സ്വയം കർത്തൃത്വത്തെ, അതായത് ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞാൽ എന്ന രീതി. പക്ഷേ അതേസമയം നമ്മൾ ഇസ്ലാം ഫോബിയയിൽ നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ഡാറ്റ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഫ്രെയിം വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇത് അവർ എടുക്കുന്നില്ല. അതായത് ഇപ്പം മുസ്ലിം സംഘടനത്തെ അവർ കാണുന്നത് ഭീകരമായിട്ടാണ്, അത് അങ്ങനെ കാണാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് ഇന്ന് ഞാൻ പറയുന്നത് മുസ്ലിം എന്ന് പറയാനേ പാടില്ല. അതായത് നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത് എന്തോ ഇസ്ലാമോഫോബിയ തന്നെ ജ്ഞാനോദയ യുക്തിവാദികളും കടുത്ത ഇസ്ലാമോഫോബിക് ആയിട്ട് ഫ്രെയിം വർക്കിലാണ് പ്രവർത്തിക്കുന്നത്. ആ ഫ്രെയിം വർക്ക് അല്ല അവർ ഇസ്ലാമോഫോബിക് ഫ്രെയിം വർക്ക്. അതായത് മറ്റവർ അതായത് അല്ല, അവർക്ക് ഇപ്പം നവനാസ്തികർ വംശീയ ഉന്മൂലനത്തിനുള്ള വെള്ളം കോരുമ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ പ്രയോഗത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്, സംഭവിക്കുന്നതാണ്. അതായത് സംഘപരിവാർ ഇസ്ലാമോഫോബിയും കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമോഫോബിയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടുത്തെ നവനാസ്തികരുടെയും ജ്ഞാനോദയ യുക്തിവാദികളുടെയും തമ്മിൽ ഉള്ളതെന്നുള്ള പ്രശ്നമുണ്ട്. എന്ന് മാത്രമല്ല, ജ്ഞാനോദയ യുക്തിവാദത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങി വെച്ചൊരു സാധനമുണ്ട്, മതം വിടൂ മനുഷ്യനാകൂ എന്നുള്ളതാണ്. അതായത് മനുഷ്യനാകണമെങ്കിൽ മതം വിടണം എന്നുള്ള പ്രീ റിക്വസിറ്റ് ഉണ്ട്. അവിടെയാണ് എൻ്റെ പ്രശ്നം വരുന്നത്. പ്രതീക്ഷ എപ്പോഴാണ് ഈ നവനാസ്തികർ ഇസ്ലാമോഫോബിക്കാണ് തിരിച്ചറിയുന്നത്? അതിലുണ്ടായിരുന്ന ഒരാളാണ് തിരിച്ചറിയുന്നത്.
തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ എന്നെ ആദ്യം സഹായിച്ച ഒരാൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വികാസ് എന്ന് പറയും. പുള്ളിയാണ് ആദ്യമായിട്ട് ഒരു ദിവസം നമ്മൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പുള്ളി നമ്മൾ ഇവിടെ ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, യുക്തിവാദികളൊക്കെ അത് ഏറ്റെടുക്കേണ്ടതാണ് എന്ന്. അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് യുക്തിവാദ സംഘം പാലക്കാട് അവരൊരു അത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അൺലേണിംഗ്. അപ്പം അന്ന് ഞാൻ ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അവർ അവിടുത്തെ എൻ്റെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, പുള്ളി എന്നെ വിളിക്കുമ്പോൾ ഒരു വിഷയം ഞാൻ പറഞ്ഞാൽ ഇതാണ് എൻ്റെ വിഷയം. അപ്പോൾ എൻ്റെ മനസ്സിലൊന്നും വന്നില്ല, ഒരു വിഷയം അവതരിപ്പിക്കണമെന്ന് ഞാൻ എന്നൊരു കാര്യം ചെയ്യാം, വിഷയം ഇതാണ് ഹൗ ടു അൺലേൺ ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞു. വിഷയമൊക്കെ കൊള്ളാം, അവസാനം ഇസ്ലാം മതം ഗംഭീര മതമാണെന്ന് പറഞ്ഞവരെന്ന് പറഞ്ഞു. ഇതാണ് അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് അതായിരുന്നു. അപ്പം ഞാൻ അവിടെ അങ്ങനെ അപ്പം എനിക്കത് 3 വർഷമായിരുന്നു, 2021, 22 എന്തോ ആ സമയത്തായിരുന്നു. ഐ തിങ്ക് എനിക്കൊന്ന് കോവിഡ് 2020 അപ്പം 2021, 22 ആ കോവിഡ് കഴിഞ്ഞ് നമ്മൾ അത് ഓൺലൈൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓഫ്ലൈൻ പരിപാടിയായിരുന്നു. ഈ ഇസ്ലാമോഫോബിയെ കുറിച്ചുള്ള യുക്തിവാദികൾ ആദ്യത്തെ പരിപാടിയായിരുന്നു. എൻ്റെ അറിവതിൽ ഞാനാണ് ഈ ഹൗ ടു അൺലേൺ ഇസ്ലാം, അതായത് ഇസ്ലാം ഫോബിയ യുക്തിവാദിൽ നിന്ന് എങ്ങനെ മാറ്റണമെന്ന് തുടങ്ങി വെക്കുന്നത് ഞാനാണ്. അപ്പം ഞാനത് രസമെന്ന് വെച്ചാൽ ഞാൻ 3 ഭാഗമായിട്ടായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. ഒന്ന് നമ്മളൊരു യുക്തിവാദികളുടെ ഇസ്ലാം ഫോബിയ, പിന്നെ പൊതുസമൂഹത്തിനകത്ത്, പിന്നെ ഒരു ഹിസ്റ്ററി ഓഫ് ഇസ്ലാം ഫോബിയ, ഇന്ത്യൻ ഇസ്ലാം ഫോബിയ അല്ലെങ്കിൽ ഒരു ആഗോള ഇസ്ലാം ഫോബിയയുടെ ഒരു ഈ ചരിത്രം എങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ചരിത്രവൽക്കരിക്കുകയാണ്, ചരിത്രത്തിൽ അത് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ആധുനികതയിൽ അത് നമ്മൾ വ്യത്യാസം എന്താ അങ്ങനെ മനസ്സിലാവും. അപ്പോൾ ഈ ചരിത്രത്തേക്ക് ഊളി ഇറങ്ങിയപ്പോഴത്തേക്ക് പല പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതായത് ചിലർ ഇതിന് പറയുന്നത് പണ്ട് കാലങ്ങളെ ഉണ്ട്, അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, ചിലർ പറയുന്നത് കൊളോണിയൽ ഒറിജിനാണ്, അതല്ല ഇത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ആയതുകൊണ്ട് പിന്നെ അതൊരു വലിയ സാമൂഹിക പ്രസക്തിയാണ് എനിക്ക് തോന്നി. ഇപ്പോൾ ചരിത്രം എന്നുള്ള രീതിയിൽ പിന്നെ ഞാനത് വിട്ടു എന്നുള്ളത്. പിന്നെ മാത്രമല്ല ആ മണ്ഡലത്തോട് തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അതിലോട്ട് കൂടുതൽ. പക്ഷേ എന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യൻ ഇസ്ലാം ഫോബിയയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആക്ച്വലി അത് ഇപ്പം നമ്മൾ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഇപ്പോൾ ഞാനിപ്പോൾ മുസ്ലിങ്ങൾക്ക് കൂടെ തെറി എഴുതി വെച്ചതൊന്നും ഇസ്ലാം ഫോബിയ ആണെന്ന് പറയാൻ പറ്റില്ല. അത് പൊതുവെ യുക്തിവാദികൾക്കിടയിൽ ഇപ്പം അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടല്ലേ, മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്പർദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ട് സ്പർദ്ധ ഉണ്ട്, ഇസ്ലാമോഫോബിയ ആരോപിക്കുക. അതെ. അല്ല, അതിൽ രസകരമായ സംഗതി ഇപ്പം അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു വിഷയം വരുന്നു, ആ വിഷയത്തിൽ ഇസ്ലാം ഫോബിയ ആണെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, അതിൻ്റെ അർത്ഥം ആ വിഷയത്തിൽ മുസ്ലിങ്ങൾ എടുത്ത നിലപാട് ശരിയാണ് എന്നല്ല എൻ്റെ അർത്ഥം. അതിൽ ഇസ്ലാം ഫോബിയാണ് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ എഴുതുമ്പോഴത്തേക്ക് എന്ത് പറഞ്ഞാലും ഇസ്ലാം ഫോബിയ, അതും ഒരു ഇസ്ലാം ഫോബിയാണ്. കാരണം അപ്പം എന്താണ് അവർക്ക് ഒറിജിനൽ സ്ഥാനത്ത് നിന്ന് ഒളിച്ചോടാം, നമ്മൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ അടുത്തിടെ നമ്മുടെ ഷിംജിത മുസ്തഫയായിട്ടൊരു വിഷയം വന്നപ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ഫോക്കസിൽ സി ദാവൂദ് പറഞ്ഞൊരു പ്രസ്താവന വെച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കണ്ടത്, അത് സി ദാവൂദ് പറഞ്ഞത് ശരിയോ തെറ്റോ അത് വേറെ വിഷയം, അതിൻ്റെ കൺസേൺ അല്ല. അത് ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം, അത് നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറ്റി തിരിഞ്ഞു നോക്കിയത്. പക്ഷെ അത് എങ്ങനെയാണ് അതിൻ്റെ അത് സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇസ്ലാം ഫോബിയ കണ്ട് എന്താണെന്നാണ് എഴുതുന്നത്. ഉടനെ അവർ വന്നപ്പോഴത്തേക്ക് ഇതേ അടക്കും എല്ലാം പോയി. അത് ഉടനെ അവർ സി ദാവൂദ് പറഞ്ഞത് ശരിയാണെന്ന് വാദിച്ചത് കണക്കായി. പിന്നെ ഇസ്ലാമിനെ ന്യായീകരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇസ്ലാം പഠിച്ചിട്ടില്ല, ഖുർആൻ വായിച്ചിട്ടില്ല. ന്യായീകരിക്കാൻ അറിവ് ഉണ്ടാവണമെങ്കിലും ഇതൊക്കെ പഠിക്കണം. ഒന്നാമത്തെ കാര്യം പക്ഷേ എനിക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള എൻ്റെ അറിവെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇപ്പോൾ ഇസ്ലാം ഫോബിയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ പരിചയപ്പെട്ട ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവൂ. അപ്പോൾ അത് ശരിയാണോ അല്ല എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ സ്വന്തമായിട്ട് ഇതൊന്നും വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇസ്ലാം ഫോബിയ മനസ്സിലാക്കാൻ ഇസ്ലാം പഠിക്കണമെന്നൊരു മുൻവാദിയേ അല്ല. ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും ഒന്നും അറിയില്ലെങ്കിൽ ഇസ്ലാം ഫോബിയ മനസ്സിലാക്കാൻ അതൊരു വംശീയ പദ്ധതിയായിട്ട് കാണുക. മാത്രമല്ല, അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതോ മുസ്ലിങ്ങളെ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഫലമേ അല്ല. അത് നമ്മൾക്ക് മുസ്ലിങ്ങളോട് തോന്നുന്നതുമല്ല, ആ തോന്നുന്നതിലേക്ക് നയിക്കുന്ന ചിന്തയാണ് ഇസ്ലാം ഫോബിയ എന്നുള്ളതാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ചിന്ത. അങ്ങനെ എഴുതണം അവിടെ. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ മാത്രമല്ല, ഞാൻ യുക്തിവാദ മണ്ഡലത്തിൽ നിന്ന് ബഹിഷ്കൃതനാക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. തീർച്ചയായിട്ടും ജ്ഞാനോദയ യുക്തിവാദം എന്നൊക്കെ പറയുന്നെങ്കിലും ഇവരെല്ലാം ബേസിക്കലി ഒരു സവർണ ഫ്യൂഡൽ മൈൻഡ് സെറ്റോട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കൃത്യമായി, അതായത് അവർ ഇസ്ലാം ഫോബിയ എടുക്കുന്നത് തന്നെ അവർക്ക് സവർണർക്ക് എപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കയറി തലയിട്ട് അതിൻ്റെ ഒരു ഇതെടുക്കുക എന്നുള്ളത്, അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ കേരളം മൊത്തത്തിലുള്ള ഇസ്ലാം ഫോബിയൊക്കെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ചർച്ച ചെയ്യാൻ കാഴ്ചപ്പാട് ഉണ്ടായി വന്ന് മൂവ്മെൻറ്റ് വരുമ്പോൾ നോക്കി അന്ന് ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്ക് മൊത്തപ്പെടുത്ത സവർണരായിരിക്കും. നമ്മളൊക്കെ അന്ന് മിക്കവാറും പുറത്തു യുക്തിവാദി പ്രസ്ഥാനത്തിലും ഈ പറയുന്ന തീർച്ചയായിട്ടും സവർണർ മെന്റാലിറ്റി. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ അടുത്തിടെ ഒരു പരിപാടി നടത്തിയപ്പോൾ അതിൽ 12 പ്രഭാഷകരിൽ 8 പേർ അറിയപ്പെടുന്ന സവർണരാണ്. ബാക്കി 4 പേര് എനിക്ക് അറിയില്ല, അത് അവർണരോ സവർണറോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ 8 പേര് എന്തായാലും സവർണരാണ്. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു ഈ പ്രാതിനിധ്യം വേറുണ്ട്. ഈ പ്രാതിനിധ്യത്തിന് വേണ്ടി വാദിക്കുന്ന സംവരണത്തെക്കുറിച്ച് താത്വിക ക്ലാസ് നടത്തിയ ആൾക്കാർ നടന്ന പരിപാടിക്ക് പോലും പ്രാതിനിധ്യമല്ല. അപ്പോൾ ഇവർ പറയുന്നത്, ചിലർ പറയുന്നത് വെച്ചാൽ ആളിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആരെ കിട്ടുന്നില്ല? എന്താ സയൻസ് പറയാൻ ഇവിടെ ദളിതരില്ലേ, ആദിവാസികളില്ലേ, ബഹുജൻസ് ഇല്ലേ, ആരും ഇല്ലേ? ഉണ്ടല്ലോ.
പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന ചില തൽപര കക്ഷികളുണ്ട്. അതായത് അവർക്ക് വേണ്ടി അവർ വിചാരിക്കുന്ന രീതിയിൽ പറയുന്ന ആളുകളില്ല. ചില റാങ്ക് മൂളികളുണ്ട്. അവരെ കിട്ടണം. അവരെ കിട്ടിയാൽ അവർ വിളിക്കും. ഇപ്പോൾ നമ്മുടെ സണ്ണീം കവികാട് MA പൊളിറ്റിക്കൽ സയൻസ് റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ അക്കാഡമിക്കലി ഹീസ് എ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സയൻസ് പ്രചരിപ്പിക്കുന്ന വേദിയിൽ വിളിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രഭാഷണം നടത്തിച്ചൂടാ? അങ്ങനെ ഇപ്പോൾ ഡോക്ടർ AK വാസു, നമ്മുടെ മായ പ്രമോദ്, രേഖാരാജ്, അങ്ങനെ എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ ഈവൻ ഷെഡ്യൂൾ ട്രൈബ്സിലടക്കം ഇവിടെ എത്രയോ അങ്ങനെ ഈ PhD ഡോക്ടറേറ്റ് തീസിസ് ഒക്കെ ഉള്ള കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സയൻസ്. അപ്പം നമ്മൾ സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മാത്രമല്ല, എക്കണോമിക്സ് ഒരു സയൻസാണ്, പൊളിറ്റിക്കൽ സയൻസ് ഒരു സയൻസാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു സയൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഈവൻ സണ്ണി മാഷിനെ പോലെ ആൾക്ക് വളരെ കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല അടുത്തായിട്ട് നടത്തുന്ന പല പ്രഭാഷണം നോക്കി നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവരെയൊന്നും വിളിക്കുന്നില്ല, ഇവർ മാത്രമായി പോകുന്നത്. അതായത് സയൻസും കാര്യങ്ങളും അറിവിൻ്റെ അധികാരം ആർക്ക് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എനിക്ക് ഈ ചാനലിൽ തന്നെ നമ്മുടെ സുനന്ദൻ മാഷിൻ്റെ ഒരു വീഡിയോ പുള്ളി അതിൽ പറയുന്നുണ്ട്, ഈ അറിവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അബ്സ്ട്രാക്ട് നോളജ് ഉണ്ടാക്കാനുള്ള കഴിവ് ബ്രാഹ്മണർക്കാണ് എന്ന് പറയുന്ന പോലെ നമ്മളുടെ അറിവൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണരുണ്ട്. അത് നിങ്ങൾ മറ്റേ വല്ലാത്ത ഈ അറിവിന്റെ കുത്തകവൽക്കരണം, അറിവിന്റെ ഇതൊക്കെ ഇവിടെയുണ്ട്. അത് തീർച്ചയായിട്ടും ഞാനും അതേ യുക്തിവാദം ഉണ്ടല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഇസ്ലാമോഫോബിയ, വംശീയത, അറിവിന്റെ ബ്രാഹ്മണവൽക്കരണം, ബ്രാഹ്മണിക്കൽ തിങ്കിങ്, ഇതൊക്കെ യുക്തിവാദി പ്രസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അത് ജ്ഞാനോദയ യുക്തിവാദി പ്രസ്ഥാനത്തിലും ഉണ്ട്, അതുപോലെ തന്നെ എല്ലായിടത്തും ഉണ്ട്. മറ്റേ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അതെ. അല്ല, പക്ഷെ അതിൽ ഒരു സന്തോഷം എനിക്കുള്ളത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രവർത്തിക്കുന്ന യുക്തിവാദ സംഘം തിരുവനന്തപുരം എന്നുള്ള ഒരു കുഞ്ഞു സംഘടനയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവിടെ എനിക്ക് ഭയങ്കര ജനാധിപത്യം വന്നിട്ടുണ്ട്. അതായത് എന്നോട് 100% വിയോജിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. പക്ഷേ അപ്പോഴും എനിക്ക് ഒരു വിഷയം അവതരിപ്പിക്കാനോ സംസാരിക്കാനോ അവർ അവസരങ്ങൾ തരാറുണ്ട്, കൃത്യമായിട്ട് തരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുന്ന, ഇപ്പോൾ എനിക്ക് ഇന്ന വിഷയത്തിൽ നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് അഭിപ്രായ വ്യത്യാസം അവിടെ തിരിക്കും. ഇപ്പം നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് പുള്ളിക്കാരൻ ഒരു കോൺഗ്രസിൻ്റെ ഒരു മേടത്തര നേതാവാണ്. പക്ഷേ പുള്ളി ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് മീൻസ് തർക്കങ്ങളുണ്ടാകാറുണ്ട്. പുള്ളി അത് വളരെ ജനാധിപത്യപരമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ പുള്ളി ചില കാര്യങ്ങൾ പുള്ളിക്ക് എൻ്റെ അഭിപ്രായം പുള്ളിക്ക് എടുക്കാൻ പറ്റില്ല, പുള്ളിയുടെ അഭിപ്രായം എനിക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ എഗ്രി ടു ഡിസഗ്രി എന്ന് പറഞ്ഞ്, അപ്പോൾ അങ്ങനെയുള്ള ഒരു കൃത്യമായ ഒരു ഡെമോക്രാറ്റിക് ആ ഒരു സ്പേസ് നമ്മുടെ ഈ യുക്തിവാദ സംഘം തിരുവനന്തപുരം സംഘടനയ്ക്കകത്തുണ്ട്. എന്തായാലും നവനാസ്തികയുടെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ധാരാളം ഇൻസൈറ്റുകൾ നൽകുന്ന ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ച്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്, വംശീയതയെ എങ്ങനെയാണ് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ അവരെങ്ങനെയാണ് അതിനെ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പ്രതീക്ഷ സംസാരിച്ചു. എന്തായാലും സന്തോഷം. അതെ, എനിക്ക് സന്തോഷം. എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ച ഈ ചാനലിൻ്റെ ആൾക്കാർക്ക് ഞാൻ നന്ദി, നമസ്കാരം.